ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഒരു കോളിവുഡ് ഹൊറർ ത്രില്ലർ മൂവി ആയിട്ടുള്ള കണക്റ്റഡ് ആണ്. ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ മൂവി നടക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ മകൾ തൻ്റെ മരിച്ചുപോയ അച്ഛനോട് സംസാരിക്കാനായി ഇന്റർനെറ്റിൽ നിന്നും പരിചയപ്പെട്ട ഒരു മന്ത്രവാദിനിയുടെ സഹായത്തോടെ ഒരു സാത്താനെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഹീറോയിൻ്റെ ഒരു ഹാപ്പി ഫാമിലിയാണ്. ഇവർ ബീച്ചിലൊക്കെ പോയി ഫാമിലിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഹീറോയിൻ്റെ മകളെ ലണ്ടൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ചേർത്ത് പഠിപ്പിക്കാൻ ഹീറോയിൻ്റെ ഹസ്ബൻഡ് താല്പര്യപ്പെടുന്നു. എന്നാൽ ഹീറോയിൻ പറയുന്നു ആദ്യം പഠിത്തമൊക്കെ കംപ്ലീറ്റ് ആകട്ടെ, അതിനുശേഷം പോയാൽ മതി എന്ന്. ഇതിൽ മകളും ഹീറോയിനും തമ്മിൽ ചെറുതായി ഒന്ന് തെറ്റുന്നു. ഈ ടൈമിലാണ് കോവിഡ് ഒരു വലിയ പാൻഡമിക്കായി മാറുന്നത്. ഹീറോയിന്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ഹീറോയിന്റെ മകളുടെ പേര് ആനി എന്നാണ്. ഹീറോയിന്റെ മകൾക്ക് അമ്മയെക്കാളും അച്ഛനെയാണ് ഇഷ്ടം. കോവിഡ് ഡ്യൂട്ടിയിലാണ് ഹീറോയിന്റെ ഹസ്ബൻഡ്. മകളുമായി പലപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കോവിഡ് പേഷ്യൻസ് ഉണ്ട് പുള്ളിക്ക്. ഒരുപാട് പേരുടെ മരണം പുള്ളി നേരിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഹീറോയിനുമായി വീഡിയോ കോൾ സംസാരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡിന് കോവിഡ് ഇൻഫെക്റ്റഡ് ആയി എന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവസാനമായി ആനിയുടെ സോങ് കേൾക്കണം എന്ന് അയാൾ പറയുന്നു. എന്നാൽ ഹീറോയിന്റെ മകൾക്ക് അത് സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ മരിച്ചു പോകുന്നു. ഡാർക്ക് വെബിലെ ഒരു ലേഡിയുമായി ഹീറോയിന്റെ മകൾ സംസാരിക്കുന്നു. അങ്ങനെ മരിച്ചയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനാണ് മകൾ തീരുമാനിച്ചിരിക്കുന്നത്. മരിച്ചുപോയ തന്റെ അച്ഛനോട് അവസാനമായി കുറച്ച് എന്തെങ്കിലും സംസാരിക്കണമെന്നാണ് ആനിയുടെ ആഗ്രഹം. ആനിയെ ഹെൽപ്പ് ചെയ്ത ലേഡിക്ക് എന്തോ സംഭവിച്ചു. ആ സമയത്താണ് ആനിയുടെ ഡോറ് ഓപ്പൺ ആകുന്നത്. എന്നിട്ട് ആനിയെ എന്തോ പൊസസ് ചെയ്യുന്നു. പിറ്റേന്ന് ഹീറോയിൻ തന്റെ അച്ഛനോട് പറയുന്നു ആനിക്ക് സുഖമില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് തെളിഞ്ഞു. അങ്ങോട്ടേക്ക് വന്ന് കാണണം എന്ന് ഹീറോയിന്റെ അച്ഛൻ വാശി പിടിക്കുന്നു. എന്നാൽ ഹീറോയിൻ അത് സമ്മതിക്കുന്നില്ല. ഹീറോയിൻ ആനിയെ കാണാൻ പോകുമ്പോൾ ആനി സ്ട്രേഞ്ചായി പെരുമാറുന്നു. ഹീറോയിൻ തന്റെ ഹസ്ബൻഡിനെ ഓർത്ത് വിഷമിക്കുന്നു. മകളുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡാണ് എല്ലാം സോൾവ് ചെയ്തിരുന്നത്. അങ്ങനെ ഹീറോയിൻ നഴ്സുമായി സംസാരിക്കുന്നു. അങ്ങനെ ആ സമയത്താണ് ഹീറോയിന്റെ ഹസ്ബൻഡ് രക്ഷപ്പെടുത്തിയ ആളുകൾ ഫോണിലോട്ട് വിളിച്ച് നന്ദി പറയുന്നത്. അത് നഴ്സ് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിന്. സ്ട്രെസ് കാരണമാണ് ആനി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നഴ്സും ഹീറോയിന്റെ ഫ്രണ്ടും പറയുന്നു. എന്തോ സൗണ്ട് കേൾക്കുന്നു എന്ന് വീഡിയോ കോൾ ഹീറോയിന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. ഹീറോയിന്റെ ഫ്രണ്ടിന്റെ മകൻ മാസ്ക് വെച്ച് പേടിപ്പിക്കാൻ നോക്കുന്നു. അത് കണ്ടിട്ട് ഹീറോയിനും പേടിക്കുന്നു. ബട്ട് ഹീറോയിന്റെ ഫ്രണ്ട് സ്ട്രേഞ്ച് ആയി എന്തോ സൗണ്ട് കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേ കാര്യം തന്നെ ഹീറോയിന്റെ കൊളീഗ്സും വീഡിയോ കോളിൽ പറയുന്നു. ആരോ ഹെവിയായി ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട്. ആനിയാണോ എന്ന് അന്വേഷിക്കാനായി ഹീറോയിൻ അങ്ങോട്ടേക്ക് പോകുന്നു. അതേസമയം ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഒരു ഭീകര രൂപം. എല്ലാവരും ഷോക്കാകുന്നു. ആനി അപ്പൂപ്പനെ വിളിക്കുന്നു. എന്നിട്ട് പേടിയാകുന്നു എന്ന് അയാളോട് പറയുന്നു. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ തീരുമാനിക്കുന്നു. ആനിയുടെ ബെഡിൽ നിന്നും ഏതോ ഒരു രൂപം നടന്നു പോകുന്നതായി നമ്മൾ കാണുന്നു. അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ റെഡിയായി നിൽക്കുകയാണ്. അതേസമയം ഹീറോയിൻ പറയുന്നുണ്ട് ആനിയുടെ കയ്യിൽ കത്തി കണ്ട് എന്ന്. അത് കണ്ട് ഹീറോയിനും പേടിക്കുന്നു. ഹീറോയിൻ ഒരു സൈക്കോളജിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നു വീഡിയോ കോളിൽ, ആനിയോ കൺസൾട്ട് ചെയ്യാനായി. അങ്ങോട്ടേക്ക് കോൾ വിളിക്കുമ്പോൾ ആനി ആദ്യം സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. മലയാളം അറിയാത്ത ആനി പിന്നെ ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ തിരിച്ചു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആനി. ഡോക്ടറിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുന്നു. എന്നിട്ട് അയാളുടെ അഫെയറിന്റെ കാര്യവും പറയുന്നു. അങ്ങനെ ഇത് കേൾക്കുന്ന ഡോക്ടർ ഷോക്ക് ആകുന്നു. ആദ്യം സ്വന്തം കാര്യം ശരിയാക്കിയിട്ട് പിന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ വരിക എന്ന് ആനി പറയുന്നു. ഡോക്ടർ കോൾ കട്ട് ചെയ്ത് പോകുന്നു. ഹീറോയിൻ ഡോക്ടറിനെ കുറിച്ച് മകളോട് ചോദിക്കുമ്പോൾ വേറെ ഒരു തെറാപ്പി സെഷൻ ഉള്ളത് കൊണ്ട് അവർ പോയി എന്ന് ആനി പറയുന്നു. ഹീറോയിന്റെ അച്ഛൻ വീഡിയോ കോൾ ചെയ്ത് അവരുടെ വീട്ടിന്റെ അടുത്തുള്ള ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും അയാൾ പറയുന്നുണ്ട്. ആനിയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ കബോർഡിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ആനി. ആനി ഏതോ ഇവിൽ സ്പിരിറ്റിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഹീറോയിന്റെ അച്ഛൻ പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇതൊക്കെ സ്ട്രെസ് കാരണമാണ് എന്ന് ഹീറോയിൻ പറയുന്നു. എന്നാൽ ഹോളി വാട്ടർ, ഹോളി ഓയിൽ, ബൈബിൾ യൂസ് ചെയ്യാൻ അച്ഛൻ അവളോട് പറയുന്നു. അങ്ങനെ ഹീറോയിൻ എല്ലാം അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ തലകീഴായി നിൽക്കുന്ന കുരിശ് കാണുന്നു. അത് ഹീറോയിൻ ശരിയാക്കുന്നുമുണ്ട്. ആനിക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഹോളി വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാൻ അച്ഛൻ പറയുന്നു. അങ്ങനെ ഹീറോയിൻ അത് മിക്സ് ചെയ്ത് ആനിക്ക് കൊടുക്കുമ്പോൾ അവൾ അത് കുടിക്കുന്നില്ല. പിന്നീട് ഹീറോയിന്റെ മുമ്പിൽ വെച്ച് കുടിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അത് തുപ്പിക്കളയുന്നു. ഹീറോയിന്റെ അച്ഛൻ ഇത് കാണുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ അച്ഛനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ ഇവർ തീരുമാനിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്താണ് പള്ളിയിലെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ആ പ്രയറിൽ വിശ്വാസമില്ല എന്ന് ആനി പറയുന്നു. തന്റെ അച്ഛൻ ഒരു തികഞ്ഞ വിശ്വാസി
വിശ്വാസിയായിരുന്നു. എന്നാൽ പുള്ളി ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ മരിച്ചു പോയത് കൊണ്ട് തന്നെ ആനിക്ക് ഒട്ടും വിശ്വാസമില്ല എന്ന് അവൾ പറയുന്നു. എന്നാലും ഹീറോയിന്റെ നിർബന്ധപ്രകാരം റിച്വൽ നടത്തുന്നു. അതിനുശേഷം ഒരു മധുരം ഹീറോയിന്റെ മകൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു. ആനി അത് പിന്നീട് തുപ്പിക്കളയുകയും ചെയ്യുന്നു. ഹീറോയിന്റെ അച്ഛൻ ഇത് കാണുന്നു. ഹീറോയിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. ഹീറോയിന്റെ സ്ക്രീനിന്റെ ബാക്കിൽ എന്തോ ഉണ്ട് എന്ന് അയാൾ പറയുന്നു. ഇതേ സമയം വീഡിയോ പ്ലേ ആകുന്നതുമില്ല. ഹീറോയിൻ എന്തോ കണ്ട് അലറി വിളിക്കുന്നതാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത്. ഹീറോയിന്റെ തല പൊട്ടിയിട്ടുണ്ട്. റൂമിന്റെ കോർണറിൽ ആനി ഭിത്തിയിലൂടെ ഇഴഞ്ഞു പോകുന്നു, പ്രേതത്തെ പോലെ. ഇത് കണ്ട് ഹീറോയിന്റെ അച്ഛൻ പേടിച്ചു പോകുന്നു. ഒരു രക്ഷയുമില്ലാതെ ഹീറോയിന്റെ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഹീറോയിന്റെ അച്ഛൻ പ്രേതത്തെ ഓടിക്കാൻ വേണ്ടി ഒരു എക്സോർസിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യും. വീഡിയോ കോളിൽ ആനിയെ എക്സോർസിസ്റ്റിനെ കാണിച്ചു കൊടുക്കും. ഡാർക്ക് വെബിനെ കുറിച്ചും സാത്താനെ കുറിച്ചും എക്സോർസിസ്റ്റ് പറയും. ഇതിനെ പുറത്താക്കാൻ റിച്വൽ ചെയ്യണം എന്നും അയാൾ പറയും. എന്നാൽ ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലാൻ അയാൾക്ക് സാധിക്കില്ല. കാരണം മുംബൈയിൽ കോവിഡ് റെസ്ട്രിക്ഷൻസിൽ പെട്ടിരിക്കുകയാണ് അയാൾ. അടുത്തുള്ള ഒരു എക്സോർസിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യാനും റെസ്ട്രിക്ഷൻസ് കാരണം പറ്റുന്നില്ല. വീഡിയോ കോളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഹീറോയിൻ തന്റെ ഭർത്താവ് മരിച്ചു പോയതിനെ കുറിച്ചും ഒറ്റ മകളാണ് എന്നുള്ള കാര്യം ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഫാദർ പറയുന്നുണ്ട്, ഈ റിച്വൽ തടയാൻ ആ സാത്താൻ പലതരത്തിലും ശ്രമിക്കും. നമ്മൾ 3 പേരും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെ റിച്വൽ സ്റ്റാർട്ട് ആകുന്നു. ലാപ്ടോപ്പ് ആനിയുടെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നു. സാത്താൻ പല വഴിയിലും അത് തടയാൻ ശ്രമിക്കുന്നു. ഇമോഷണലായി പോലും അയാൾ പറയുന്നുണ്ട്. ഇവർ ഒരു മന്ത്രം ഉച്ചരിക്കുന്നുണ്ട്. ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കാൻ നേരം അപ്പോൾ ഹീറോയിന്റെ മകൾ കരഞ്ഞ് ഇത് വേണ്ട എന്ന് പറയുന്നു. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ഫാദർ പേടിക്കണ്ട, വിഷമിക്കണ്ട, കുരിശ് വെച്ച് അവളുടെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ വെക്കുമ്പോൾ ആനി അലറുന്നു. ഹീറോയിന്റെ അച്ഛനെയും ഫാദറിനെയും അത് ഉപദ്രവിക്കുന്നു. ഹീറോയിൻ ഇത് കണ്ട് പേടിക്കുന്നുണ്ട്. കറണ്ട് പോകുന്നത് അപ്പോഴാണ്. ഈ റിച്വൽ സ്റ്റാർട്ടായാൽ ഇത് ഇങ്ങനെ എൻഡ് ചെയ്യാതിരിക്കുന്നത് ആനിയുടെ ജീവന് ആപത്താണ് എന്ന് ഫാദർ പറയുന്നു. അങ്ങനെ ഹീറോയിൻ ക്രോസ് സിംബലുമായി ആനിയെ തേടി പോകുന്നു. ഫാദർ മന്ത്രം ചൊല്ലുന്നുമുണ്ട്. വീഡിയോ കോൾ പോസ് ആയി പോകുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഫാദർ ഹീറോയിനെ വിളിക്കുന്നു. അങ്ങനെ ക്രോസ് വെച്ച് ആനിയുടെ ദേഹത്തെ സാത്താനെ അവർ ഫൈനലി പേടിപ്പിക്കുകയാണ്. എന്നാൽ ക്രോസ് നേരെ വെച്ച് മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ ആനി സമ്മതിക്കുന്നില്ല. ആനി അലറി വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. ഒരുപാട് വിഷമമുണ്ട്, പേടിയുമുണ്ട്. തന്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള ആവലാതിയുണ്ട്. അങ്ങനെ ഫാദർ വീഡിയോ കോളിൽ അവസാനം വന്നിട്ട് പറയുകയാണ്, നെറ്റിയിൽ ക്രോസ് വെച്ച് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ആനിയെ നമുക്ക് നഷ്ടമാകും എന്ന്. അങ്ങനെ ഹീറോയിൻ ഒരുവിധം ധൈര്യം സംഭരിച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഫൈനലി സാത്താൻ ഒഴിഞ്ഞു പോകുന്നു. ഇനി കുറേ നാൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഒരു പാഴ്സൽ ഹീറോയിനെ തേടി വരുന്നു. അത് അയച്ചത് എക്സോർസിസ്റ്റ് ഫാദർ ആണ്. അത് തുറന്നു നോക്കുമ്പോൾ ഒരു തൈമരം. അങ്ങനെ ഫാദർ വീഡിയോ കോൾ വന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലൊരു മരം ഫാദറിന്റെ അമ്മ മരിച്ച ടൈമിൽ പുള്ളി നട്ടുവെച്ചു, അതുപോലെ നടാൻ പുള്ളി ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ മകൾ ഹാപ്പിയായി ഗിറ്റാർ വായിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ എൻഡ് ആകുന്നത്. സോ ഈ മൂവി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See ya.